ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ. ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഒരു വീട്ടിലെ ഗാർഡനാണ്. അതായത് വളരെ ഹാർഡ് വർക്കായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഗാർഡൻ. അതായത് വളരെ വൃത്തിയിലും ഭംഗിയിലും ഒരു എൻജിനീയർ ലുക്ക് തന്നെയാണ് ഈ ഗാർഡന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായിട്ടെല്ലാം കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഒരേ സൈഡിലും ഒരേ ലെവലിക്ക് ഒരേ ഭംഗിയിൽ വളരെ ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഇതിങ്ങനെ ഇത്രയും ഇതിൽ കിട്ടിയിട്ടുള്ളത്. ഒരു ഗാർഡൻ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. എല്ലാം ഞാൻ വിശദമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് നമ്മളെ വീട്. ഈ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഗാർഡനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വെറൈറ്റി ചെടിയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു പ്രത്യേക ഒരു സ്പേസ് വെച്ചിട്ട് അവിടെ വെച്ചിട്ടുള്ളതാണ് ആ ചെടി. ഇനിത് ഓരോ ഭാഗങ്ങൾ ഞാൻ എടുത്തെടുത്ത് കാണിക്കാം. നല്ല രസമുള്ള ഒരു ഗാർഡനാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാം. ഇത് അത്ര പെട്ടെന്നൊന്നും ഇതുപോലെ നമുക്ക് ഇത്ര വൃത്തിയിൽ ഇത്രയും സജ്ജീകരണത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കണ്ട അവരെ കാർപോർച്ചും അവർക്ക് വണ്ടി വരാനുള്ള സ്ഥലങ്ങളും അതുപോലെ അതിനുള്ള എല്ലാ സജ്ജീകരണവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. ഇതിങ്ങനെ ഇത്രയും മനോഹരമായിട്ട് ഒരു പൂന്തോട്ടം, ഒരു ഗാർഡൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നത്. കണ്ട ഇതുപോലെ ഗോൾ കൊടുത്തിട്ട് ആ ഗോളിലാണ് ഓരോ പൂക്കൾ വെച്ചിട്ടുള്ള ചെടികൾ. അപ്പോൾ ആ റൗണ്ടിൽ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും. ഇത് ഒരു പ്രത്യേക ഇതാണ്. അതിൻ്റെ മേലെ ചെടികൾ വളർത്തിയിട്ടുണ്ട്, വളർന്നു വരുന്നുള്ളൂ. അത് പൂവായി കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും, ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഈ ഗാർഡൻ്റെ പ്രത്യേകത. വളരെ ഭംഗി മനോഹരമായിട്ടുള്ള ഒരു ഗാർഡനാണ്. കാർപോർച്ചിൻ്റെ മേലൊക്കെ ഒരു ചെടികൾ വളർത്തിയിട്ടുണ്ട്, വള്ളിച്ചെടി. അത് വളർന്നു വന്നാൽ ഇത് ഇരിക്കാൻ, ഗാർഡനിൽ ഇരിക്കാൻ, നമുക്ക് ഭക്ഷണം കഴിക്കാൻ, ചായ കുടിക്കാനൊക്കെ ഇരിക്കാനൊരു സ്പേസ്. അതുപോലെ സൈഡാണ് ഒരു ഭാഗം, മതിലിൻ്റെ സൈഡാണ് ഈ കാണുന്നത്. ഒരു മതിലിൻ്റെ സൈഡാണിത്. അവിടെയൊക്കെ ചെടികൾ വെച്ച് ഒരു സ്പേസ് പോലും വെറുതെ വിട്ടിട്ടില്ല. പക്ഷേ വെച്ചിട്ടുള്ളതൊക്കെ വളരെ ഭംഗിയായിട്ട്, വളരെ മനോഹരമായിട്ട് ഒരു ഗാർഡൻ. അതായത് ഒരു മുളച്ചെടിയാണ്. അതിനെ ഒതുക്കി വളരെ ഭംഗിയോടെ ഒരു ഭാഗത്ത് ഒരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ല മെയിൻറ്റ്, അതായത് ഒരു എൻജിനീയർ ലുക്ക് വർക്കാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതായത് ചട്ടിയിലുള്ള ചെടികളുടെ ഒരു ഭാഗത്ത് മാത്രം വളരെ വൃത്തിയിലും ഭംഗിയിലും വെച്ചിട്ടുണ്ട്. ഗാർഡൻ്റെ തൊട്ടടുത്താണത്. ഇത് ഫ്രണ്ടിലുള്ള ഒരു ചെടി. ഇത് വളരെ രസമുള്ളൊരു ചെടിയാണ്. അതിനൊരു പ്രത്യേക സ്പേസ് ഫ്രണ്ടിൽ കൊടുത്തിട്ട് മൂന്ന് സൈഡിൽ കൂടെ വണ്ടി പോകാനുള്ള ഒരു സജ്ജീകരണം ചെയ്തിട്ട് സെൻറ്ററിൽ വെച്ചിരിക്കുകയാണ്. ഇത് ഒരു ഊഞ്ഞാളാണ്. ഊഞ്ഞാൾ ഇരുന്ന് ആടാനുള്ളതാണ്. അതിൻ്റെ മേലെ ഇതൊക്കെ കുറച്ച് ഇപ്പം മഴക്കാലമായ കാരണം പൂക്കളില്ല. ഇത് ഫുള്ള് മഞ്ഞ പൂക്കളുണ്ടാവും, നല്ല ഭംഗിയായിരിക്കും. ഇതിലിരുന്ന് ആടാം. അതിൻ്റെ മേലെ വെയിൽ കൊള്ളാതിരിക്കാനും ചൂട് കൊള്ളാതിരിക്കാനും വേണ്ടിയിട്ടാണ് അത് സജ്ജീകരണം ചെയ്തിട്ടുള്ളത്. ഈ ഊഞ്ഞാളിലിരുന്ന് നമുക്ക് സുഖമായിട്ട് ആടാം. അപ്പോൾ ഓരോ വർക്കുകളും വളരെ ബുദ്ധിപൂർവം ആണ്. കാണുമ്പോൾ ഒരു വൃത്തികളില്ലാത്ത രൂപത്തിൽ ഭംഗിയിലും വളരെ മനോഹരമായി ഒരു മനസ്സിലെ സങ്കല്പം നമ്മളെ ഫ്രണ്ടിൽ, വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഗാർഡനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വീടിൻ്റെ ഒരു മറുസൈഡാണ്. അവിടെ ഒരേ മോഡൽ ചെടികളുണ്ടാകും. വളരെ വൃത്തിയിലും ഭംഗിയിലും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്പേസ് വേറെ കൊടുത്തിട്ടുണ്ട്, ഒരു ഗേറ്റൊക്കെ വെച്ചിട്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉൾഭാഗം. ഞാൻ ഉൾഭാഗത്തേക്ക് കയറില്ല, ഞാൻ വന്നിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗങ്ങളാണ്. അത് ഒരു ഭാഗത്താണ് ആ ചെടികൾ കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു പ്രത്യേകത കൊടുത്തിട്ടുള്ളത് ഈ ചെറിയ ചെടികളിൽ ജനലിൻ്റെ ഭാഗമാണ്. ഒരു ജനലിൻ്റെ ഭാഗത്ത് ഒരു പ്രത്യേകതരം ചെടി, ഇത് വേറൊരു ഭാഗത്ത്. അപ്പം അങ്ങനെ ഓരോ ഭാഗങ്ങളും വളരെ മനോഹരമായിട്ട് തിരഞ്ഞെടുത്തിട്ട് മനസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ് കാണുന്നത്. ഇതൊരു വെറൈറ്റി ചെടിയാണ്, നമ്മൾ പുല്ല് പോലത്തെ. പക്ഷെ ഇതെല്ലായിടത്തും കാണാൻ പറ്റില്ല. ഇതിന് പ്രത്യേകം അവർ കൊടുത്തിട്ടുള്ള ഇത്തരം വെറൈറ്റി ചെടി. സാധാ പുല്ല് പോലത്തതല്ല, ഓരോന്നിങ്ങനെ വെറൈറ്റി ആയിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അല്ല, അത് കൊടുത്തിട്ട് വളരെ ഭംഗിയില്ല, നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ഇനി ഈ സൈഡാണത്. ഇത് ഒരു വലിയ ചെടികൾ, നമ്മളെ പഴയ ഓലയുടെ മരത്തെ, കഴിഞ്ഞിൻ്റെ മരത്തെ ചെടി. ഇതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചത്. ഇതിൻ്റെ ഉള്ളിലേക്കൊരു ഇത് കൊടുത്തിരിക്കുകയാണ്, ഡോറൊക്കെ വെച്ചിട്ട്
ഒരാർച്ചൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കണ്ട വളരെ മനോഹരമായിട്ട് 4 സൈഡും ചെടികൾ വെച്ച് നടുക്കൊരു മരം അതിന് റൗണ്ടിൽ കെട്ടിയിട്ട് അതിലിരിക്കാനും ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ 4 ഭാഗത്തും മരമുള്ള കാരണം നമുക്ക് ആരെയും കാണാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ഇരുന്ന് മനോഹരമായിട്ട് ഇരുന്ന് ആസ്വദിക്കാം. ഉള്ളിലൊക്കെ നല്ല ഇതാണ്. അപ്പോൾ ഒരു ഗാർഡൻ നമ്മൾ മനസ്സിൽ എന്ത് സങ്കല്പിക്കുന്നു അത് നമ്മളെ ഗാർഡനിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത കഴിവാണ്. അതിനെ അവരെ എത്ര അപ്രിസിയേറ്റ് ചെയ്താലും മതിയാവില്ല. ഇയാളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ വീഡിയോയിലാണ്. ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലെ ഭാഗങ്ങൾ. ആ ഒരു 4 ഭാഗത്തും ഗാർഡനാക്കി കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലുള്ള ചെടികളാണ് ഇതൊക്കെ. നല്ല നല്ല വൃക്ഷങ്ങളാണ്. അതായത് ചാമ്പക്ക, ജാതിക്ക അങ്ങനെയുള്ള നല്ല ഫ്രൂട്ട്സ് ഐറ്റംസ് സാധനങ്ങൾ മാത്രം ആ ഏരിയയിൽ വെച്ചിട്ടുണ്ട്. അത് മറ്റുള്ള ഭാഗത്തിന് ബാധിക്കുന്നില്ല. അത് വളരെ ഭംഗിയായിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ല തണലും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. വെയിൽ അതിൻ്റെ ഉള്ളിൽ, ചൂട് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു പ്രത്യേകതയാണ് അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ. പിന്നെ പറയുന്നത് ഈ കട്ടിങ് കണ്ട, ഈ കട്ടിങ് ചെയ്തിട്ട് ഈ കട്ടിങ്ങിൽ അതേ രൂപത്തിലെ പുല്ല് വെച്ച് കണ്ട ക്രോസ് കട്ട് ചെയ്തിട്ട് ആ ചെടി നട്ടിട്ടുള്ളത്. അത് കാണാൻ നല്ല രസം. പിന്നെ കട്ടിങ് ആയിട്ട് അതിനകത്തൊക്കെ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ലൈറ്റൊക്കെ രാത്രി അതിലൊക്കെ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് വീട് കാണാം. ഇതിന് വേണ്ടി അധ്വാനിച്ച ഒരു മനുഷ്യനാണ് ഇരിക്കുന്നത്. ഇയാളുടെ ബ്രെയിനാണ്, ഇയാളുടെ വൈഫിൻ്റെയും ബ്രെയിനാണ് ഇതെല്ലാം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ. ഇതാണ് മൂപ്പര് വീട്. വീടിൻ്റെ മേൽഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ അതിന് മൂപ്പർക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഇതിങ്ങനെ ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് മൂപ്പര്. അപ്പോൾ അതാണ്, ഈ ആളാണ് ആ വ്യക്തി. ഞാൻ സൂം ചെയ്ത് കാണിച്ചില്ല. ആളിതാണ് അബ്ദുൾ റഷീദ് എന്നാണ് പേര്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല സന്തോഷമാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഗാർഡനും ഇതുപോലെ നല്ല നല്ല ഗാർഡനും ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇതുപോലെ ഗാർഡൻ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നമ്മൾ മനസ്സിൽ ഒരു